മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ടൂറിസം വകുപ്പിൽ നടന്നിട്ടില്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം മന്ത്രിയോ വകുപ്പോ ഡ്രൈ ഡേ എടുത്തു കളയണമെന്ന നിലപാട് പറഞ്ഞിട്ടില്ലെന്നും റിയാസ് വ്യക്തമാക്കി. വകുപ്പിന് മുന്നിൽ വരാത്ത വിഷയത്തിലെ ആരോപണത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മന്ത്രി. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നൊരു വിഷയമുണ്ട്. അത് ടൂറിസം മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു എക്സൈസ് വകുപ്പിലെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി എന്നാണ്. അക്കാര്യത്തിൽ എന്താണ് മന്ത്രിയുടെ വിശദീകരണം? നികേഷ, നമ്മൾ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബാർ കോഴ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന വകുപ്പല്ല തൻ്റേത്. ടൂറിസം വകുപ്പോ മന്ത്രി എന്നുള്ള നിലയിലോ അത്തരത്തിൽ ചർച്ചകൾക്കൊന്നും തന്നെ നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിന്മേൽ ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. പല തരത്തിലും പ്രതിപക്ഷം ആളുകളെ വലിച്ചിഴയ്ക്കാൻ നോക്കുകയാണ് എന്നുള്ള സമീപനമാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. ഏതെങ്കിലും സമയത്ത് ബാർ സമയം നീട്ടണമെന്നോ അല്ലെങ്കിൽ ഡ്രൈ ഡേ എടുത്തു കളയണമോ എന്നുള്ള ഒരു നിലപാട് ഇതുവരെ ടൂറിസം വകുപ്പോ മന്ത്രി എന്നുള്ള നിലയിലോ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാത്ത പശ്ചാത്തലത്തിൽ പിന്നെ എന്തിനാണ് മറ്റു പേരുകൾ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി മന്ത്രി ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ വന്ന് മറുപടി പറയേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള നിലപാട് കൂടിയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് മന്ത്രിയോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് പ്രതികരണങ്ങളോ കടന്നു വരാത്തതും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ.